സ്വന്തമായി ഭൂമിയുള്ളവരോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭൂമിയുടെ തരം മാറ്റം. റവന്യൂ രേഖകളിൽ നിലം എന്ന് കിടക്കുന്ന ഭൂമി എങ്ങനെ പൂർണ്ണമായും ഓൺലൈനായി പുരയിടമാക്കി മാറ്റാം, ഇതിനായി ഉപയോഗിക്കുന്ന ഫോം 5, 6, 7 എന്നിവ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ടെക് ടോക്ക് ബൈ ഷറഫു. ആദ്യം എന്താണ് ഫോം 5 എന്ന് നോക്കാം. നിങ്ങളുടെ ഭൂമി തണ്ണീർത്തടമല്ലെന്നും അത് ഡാറ്റാ ബാങ്കിൽ തെറ്റായി ഉൾപ്പെട്ടതാണെന്നും തോന്നുന്നുണ്ടെങ്കിൽ അത് ഡാറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി നൽകുന്ന അപേക്ഷയാണ് ഫോം 5. കൃഷിഭവനിൽ നിന്നും ലഭിച്ച ഡാറ്റാ ബാങ്കിന്റെ പകർപ്പ്, ഭൂമിയുടെ കരമടച്ച റെസിപ്റ്റ്, ആധാരത്തിന്റെ കോപ്പി, ഇത്രയും രേഖകളാണ് ഇതിന് ആവശ്യമായ രേഖകൾ. ഇനി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഫോം 5 അപേക്ഷ കൊടുത്ത് മാറ്റിയാലോ അല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത 20 ആർസിൽ താഴെ വിസ്തീർണമുള്ള റവന്യൂ രേഖകളിൽ നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമി പുരയിടമാക്കി മാറ്റാനുള്ള അപേക്ഷയാണ് ഫോം 6. ഫോം 5 ഓർഡർ അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റാ ബാങ്കിന്റെ പകർപ്പ്, ഭൂമിയുടെ കരമടച്ച റെസിപ്റ്റ്, ആധാരത്തിന്റെ പകർപ്പ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ലൈസൻസ്ഡ് സർവേയറോ തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്തിന്റെ സർവേ സ്കെച്ച്, ഇത്രയുമാണ് ഇതിന് ആവശ്യമായ രേഖകൾ. ഇനി 20 ആർസിൽ കൂടുതൽ വിസ്തീർണമുള്ള ഭൂമിയാണെങ്കിൽ ഫോം 7 ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഫോം 6 അപേക്ഷയിൽ പറഞ്ഞ രേഖകളുടെ കൂടെ ഭൂമിയുടെ 10% ജലസംരക്ഷണത്തിനായി നീക്കിവെക്കുകയും ഇത് പ്രത്യേകം നീല കളറിൽ മാർക്ക് ചെയ്ത് തയ്യാറാക്കിയ പ്ലാൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കുകയും വേണം. ശ്രദ്ധിക്കുക, 25 സെന്റിന് മുകളിലുള്ള ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ ഫെയർ വാല്യൂ അടിസ്ഥാനമാക്കി കൺവേർഷൻ ഫീസ് അടയ്ക്കേണ്ടത് നിർബന്ധമാണ്. ഈ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി ഇത്രയും രേഖകളുമായി നിങ്ങളുടെ അടുത്തുള്ള CSE കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത ടെക് ടോക്കുമായി വീണ്ടും കാണാം. ബൈ.